വയനാട്ടിൽ ഇടവിട്ട് കനത്ത മഴ തുടരുകയാണ്. ജില്ലയിൽ 11 ദുരിതാശ്വാസ ക്യാമ്പുകളായി 350 പേരെ മാറ്റിപ്പാർപ്പിച്ചു. മീനങ്ങാടി അമ്പലപ്പടി റോഡിൽ മണ്ണിടിച്ചിലുണ്ടായി. കൽപ്പറ്റയിലെ മണിയൻകോട് നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് നമുക്കൊപ്പം ചേരുകയാണ്. സുർജിത്ത്, ഗുഡ് മോർണിംഗ്, പറയൂ. SKN ഇന്ന് ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ്. ഇന്നലെ റെഡ് അലേർട്ട് ആയിരുന്നു. ശക്തമായ മഴ ഇടവിട്ട് രാത്രിയിലെല്ലാം തന്നെ പെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കീഴ്ത്തടങ്ങളുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് പലയിടങ്ങളിലും. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന കൽപ്പറ്റ നഗരസഭയിലുള്ള മണിയങ്കോട് എന്ന് പറയുന്ന പ്രദേശത്താണ്. അവിടെ ഒരു റോഡിലാണ് ഞാൻ നിൽക്കുന്നത്. ആ റോഡിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഇവിടെയെല്ലാം തന്നെ ഉപ്പൂറ്റിയോളമാണ് വെള്ളമുള്ളത്. കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ അത് മുട്ടോളം വരും. അതിനപ്പുറത്തേക്ക് നീങ്ങുമ്പോൾ ഒരുപക്ഷെ മുങ്ങിപ്പോകുന്ന നിലയിലേക്ക് അത്രമാത്രം വലിയ രീതിയിൽ വെള്ളക്കെട്ട് ണ്ട്. കാരണം സമീപത്തുകൂടി ഒരു പുഴ ഒഴുകുന്നുണ്ട്. എന്തായാലും ഇവിടെ മാത്രമല്ല ഈ അവസ്ഥയുള്ളത്. ഇവിടുത്തെ പുഴകളെല്ലാം തന്നെ പനമരം വലിയ പുഴയും ചെറുപുഴയും നിറഞ്ഞൊഴുകുന്ന സാഹചര്യമുണ്ട്. നൂൽപ്പുഴ, കല്ലൂർ പുഴ ഉൾപ്പെടെ നിറഞ്ഞൊഴുകുന്ന സാഹചര്യമുണ്ട്. ഇതെല്ലാം എത്തുന്നത് കബനിപ്പുഴയിലേക്കാണ്. കബനിപ്പുഴയിൽ നീരൊഴുക്ക് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബീച്ചനഹള്ളി ഡാം കർണാടക തുറന്നിട്ടുണ്ട് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇവിടെ മാത്രമല്ല, ഈ മാനന്തവാടി ഭാഗത്തും അതോടൊപ്പം തന്നെ ബത്തേരി ഭാഗത്തും വൈത്തിരി ഭാഗത്തും എല്ലാം തന്നെ വലിയ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യമാണുള്ളത്. ഇവിടെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 11 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. 332 പേരെ ഇതിനകം തന്നെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. 28 വീടുകൾക്ക് ഭാഗികമായി നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് കണക്ക്. 25 ഏക്കറിലധികം കൃഷിയും ഈ വയനാട് ജില്ലയിൽ നശിച്ചിട്ടുണ്ട്. ഇന്ന് മീനങ്ങാടി അമ്പലപ്പടി എന്ന് പറയുന്ന പ്രദേശത്ത് നേരത്തെ അശാസ്ത്രീയമായ മണ്ണെടുപ്പ് നടന്ന ഒരു തോട്ട മേഖലയുണ്ട്. ആ അശാസ്ത്രീയമായ മണ്ണെടുപ്പ് മൂലം റോഡിലേക്ക് ഈ മണ്ണ് ചിതറുന്ന സ്ഥിതിയുണ്ട്. മണ്ണ് ചെളിക്കുളമായി റോഡ് മാറുന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. അവിടെ KSRTC ബസ് ഇന്ന് രാവിലെ അപകടത്തിൽപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അവിടെ ചെളി കോരി മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത്. മാത്രമല്ല, ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നുള്ള ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് അശാസ്ത്രീയ മണ്ണെടുപ്പാണ് ഇതിൻ്റെ കാരണമെന്നും നാട്ടുകാർ ആരോപണമായി ഉന്നയിക്കുന്നുണ്ട്. ഈ മഴ ഇടവിട്ടാണ് പെയ്യുന്നത്. ഇടവിട്ട് പെയ്യുമ്പോൾ പോലും അത് കനത്ത രീതിയിലാണ് പെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത്. കാരണം ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജില്ലയിൽ ഉയർന്ന പ്രദേശങ്ങളിലുള്ള ആളുകൾക്കെല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. ഈ വീടൊഴിഞ്ഞ് മറ്റൊരു സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേരത്തെ തന്നെ പുത്തുമല അടക്കമുള്ള ദുരന്തങ്ങളുടെ അനുഭവം വയനാടിനെ സംബന്ധിച്ചുണ്ട്. പ്രത്യേകിച്ച് വളരെ ഇക്കോളജിക്കലി സെൻസിറ്റീവായ പല പ്രദേശങ്ങളും വയനാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുൻകൂട്ടി ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ മലയിടിച്ചിൽ സാധ്യതയുള്ള മേഖല ഒരുപാടുണ്ട് വയനാട്ടിൽ. അവിടെ നിന്നെല്ലാം തന്നെ ആളുകൾ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ കൂടുതൽ തുറക്കാനുള്ള നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. SKN. ഓക്കെ, താങ്ക് യു സുർജിത്ത് അയ്യപ്പത്ത്.